Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ പച്ചടി കാണാൻ നല്ല ഭംഗിയും ഓണസദ്യയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. ഓണസദ്യയുടെ മിക്ക ഐറ്റംസ് ഉണ്ടാക്കാൻ ആക്ച്വലി വളരെ സിമ്പിളാണ്. എന്നാലും അതിൻ്റെ കറക്റ്റ് രീതി ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ചെറിയ സൈസ് പൈനാപ്പിൾ പഴുത്തത് നമ്മൾ എടുത്ത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ചെറിയ പീസസ് ഇതുപോലെ ഡൈസ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല വേവ് വേണം. പച്ചടി ഉണ്ടാക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് വേവണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ വീണ്ടും നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെയും ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പൈനാപ്പിളിന് അത്യാവശ്യം പുളി ഉള്ള പൈനാപ്പിളാണ്. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾ ഇട്ട് കൊടുത്ത് ആ കളറിന് വേണ്ടി. പിന്നെ ചിലർ ഇതിൽ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ചേർക്കണില്ല. അപ്പോൾ ഒരു 4 സ്റ്റീം വരെയും കുക്ക് ചെയ്തെടുത്തിട്ട് അത് തന്നെ ചൂടാടാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരപ്പുണ്ടാക്കാം. ഇതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്, ഒരു പച്ചമുളക് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച്, 2 കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടി ചേർത്ത് ശകലം വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം. പിന്നെ തയ്യാറാക്കി വെക്കേണ്ടത് കുറച്ച് തൈരാണ്. ഒരുപാട് കൂടുതൽ പുളിയില്ലാത്ത തൈര് 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് അടിച്ച് വെക്കുന്നുണ്ട്. ഈ തൈര് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ ഇടുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ ചൂടാറിയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് ഇത് പാകത്തിന് ശരിക്കും വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ വേഗം തന്നെ ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം കണ്ടില്ലേ? ഇതിന് കൂടുതൽ വെള്ളം വേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ വേവിച്ച് ആ വെള്ളം കളയാൻ നിൽക്കണം. ഇതിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. കളർ ഇത്തിരി പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഉപ്പും കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ്. ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ പാകം അനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. അത്യാവശ്യം കുറുകി വന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് ഞാൻ ആ സമയത്ത് ക്യാമറ ഓഫായി പോയി, സോറി. തൈര് ആദ്യം ചേർക്കുന്ന വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. അവസാനത്തെ ഒരു തൈര് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, ഓരോ സ്പൂണായിട്ട് ചേർത്ത് കൊടുക്കണം. പകുതി ആകുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കണം പാകത്തിനായിട്ടുണ്ടോയെന്ന്. ചിലപ്പോൾ മുഴുവൻ ആവശ്യം വരില്ല. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീന്ന് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ചെറിയ പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കളർ ഒരുപാട് കറുക്കുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പിലയും ഇടാം. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് വേഗം നമ്മുടെ പച്ചടിയുടെ മുകളിൽ ഒഴിച്ച് വെക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. കുറച്ച് നേരം അത് ഇരുന്നതിന് ശേഷമാണ് വിളമ്പുന്നത്. അപ്പോൾ നല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ടാവും. നല്ല പൈനാപ്പിൾ പച്ചടി. ഓണസദ്യക്ക് ഞാൻ ഇത് ഒരു 2-3 പ്രാവശ്യം ഇടാറുണ്ട്. ഇഷ്ടമാണ് എനിക്കതിനെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഓണമൊക്കെ അടിപൊളിയാക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.